ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാഗർഹോള നാഷണൽ പാർക്കിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബനി ജംഗിൾ സഫാരി എടുത്ത് തിരിച്ചു വന്ന് ഇപ്പോൾ വീരന ഹൊസഹള്ളി ഗേറ്റിൻ്റെ ഭാഗത്താണുള്ളത്. ഈ വീരന ഹൊസഹള്ളി ഒരു സഫാരി പോയിൻ്റാണ്, പക്ഷേ അവിടെ സീസൺ ടൈമിൽ മാത്രമേ സഫാരി ഉണ്ടാകാറുള്ളൂ. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വഴി HD കോട്ടയിലേക്കാണ് പോയത്. ഏതൊരു കാട്ടിലേക്ക് കയറുമ്പോഴും ഈ പുള്ളിമാൻ കൂട്ടങ്ങളെയാണ് നമ്മൾ ആദ്യം കാണുക. ആ പതിവ് എന്തായാലും ഇന്നും തെറ്റിയിട്ടില്ല. നമ്മൾ ഈ കാട്ടിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ വന്നപ്പോഴേക്ക് ഒരു പുള്ളിമാൻ്റെ കൂട്ടം കണ്ടു. പിന്നെ ഈ കാട്ടിലുള്ള മാനുകളുടെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവർ റോഡിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് ഈ മാൻകൂട്ടങ്ങൾ നിൽക്കുക. വണ്ടി കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു സ്വഭാവമൊന്നും ഇവിടുത്തെ മാനുകൾക്കില്ല. അതായത് ഇതിലൂടെ കൂടുതൽ വണ്ടികളൊന്നും വരാത്ത ഒരു കാട് കൂടിയാണിത്. വല്ലപ്പോഴും ഒരു കാറൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ചു ദൂരം മുമ്പിലേക്ക് എത്തിയപ്പോൾ ദേ ഒരു കാട്ടിയും കുഞ്ഞും നമ്മുടെ വണ്ടിക്ക് പാരലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. റോഡിൻ്റെ ഏകദേശം നമ്മുടെ വണ്ടിയോട് നല്ല ചേർന്നിട്ടാണ് ഇവരിങ്ങനെ നടന്നു പോകുന്നത്. ഈ കാട്ടിയുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചറിയാം, നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ക്യൂട്ടായിരിക്കും കാണാൻ. പിന്നെ ഇതുകളുടെ വലുപ്പം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ കറുത്ത കളറായി മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു വലിയ സൈസ് ആകുമ്പോഴേക്ക് അത് ഫുൾ ബ്ലാക്ക് ആവും. പിന്നെ കാലിൻ്റെ മുട്ടിന് കീഴിലേക്ക് ഒരു സോക്സ് ഇട്ടതുപോലെ ഒരു വൈറ്റ് കളറും ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദൂരം കൂടി മുമ്പിലേക്ക് പോയപ്പോൾ നമ്മളൊരു ലങ്കൂറിനെ, ഗ്രേ കളറിലുള്ള ലങ്കൂറിനെ കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. അങ്ങനെ അത് ഓടി, നമ്മളെ വണ്ടി കണ്ടപ്പോൾ അത് ഓടി മരത്തിൽ കയറി. അപ്പോൾ നമ്മൾ അതിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ തൊട്ട് സൈഡിലൂടെ വേറൊരു ലങ്കൂർ ഓടി വന്ന് നമ്മുടെ ആ ക്യാമറക്ക് പോസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് ഇരുന്ന് വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ നട്ടുച്ചയ്ക്ക് ഏകദേശം ഒരു 12:30-1 മണി സമയത്താണ് ഇതുവഴി പോകുന്നത്. ഈ സമയത്ത് ഒരു മൃഗത്തെ പോലും നമ്മൾ കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് HD കോട്ടയിലേക്ക് പോയത് ഏകദേശം ഒരു 4 മണി സമയത്താണ്. പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ ഈ ഉച്ചയ്ക്ക് കണ്ട അത്ര പോലും മൃഗങ്ങളെ നമുക്ക് ഇന്നലെ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നെന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സൈറ്റിങ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾക്ക് എപ്പോഴും കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ബിഗ് കാറ്റ് ഫാമിലിയിൽപ്പെട്ട കടുവ, പുലി ഇങ്ങനെയൊക്കെയുള്ളതിനെ കാണണം എന്നാണ്. നാഗർഹോള കാട്ടിനകത്തുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു സ്കൂളുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോയിൽ നമ്മൾ ഈ സ്കൂൾ കാണിച്ചതാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ് തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരുടെ കാലത്തൊക്കെ അവരുടെ വേട്ടയും മറ്റും നടന്നിരുന്ന ഒരു കാട് കൂടിയാണ് ഈ നാഗർഹോള ടൈഗർ റിസർവ്. ഇവിടെ അവർ കാട്ടിനകത്ത് വേട്ടയ്ക്ക് വരുമ്പോൾ താമസിച്ചിരുന്ന ബംഗ്ലാവൊക്കെ ഇപ്പോഴും അതേപോലെയുണ്ട്. നമുക്ക് ഈ ബംഗ്ലാവിൽ താമസിക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് താമസിക്കാനുള്ള സൗകര്യം കൂടി ഇന്ന് കർണാടക ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അത് ബുക്കിംഗ് എല്ലാം വരുന്നത് ഓൺലൈൻ സൈറ്റ് വഴികളാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2700 രൂപയാണ് 2 പേർക്ക് ഒരു രാത്രി താമസിക്കാനുള്ള ചാർജ് വരുന്നത്. പിന്നെ ഫുഡ് മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യണം. ആദ്യമൊക്കെ ഈ ഭാഗത്തു നിന്നായിരുന്നു സഫാരി, ഈ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഈ ബംഗ്ലാവിനോട് ചേർന്നിട്ടുള്ളൊരു ഓഫീസിലായിരുന്നു. കാര്യമായിട്ടുള്ള വലിയ മൃഗങ്ങളുടെ സൈറ്റിങ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നാഷണൽ പാർക്കിൽ നിന്നും എക്സിറ്റ് ആവുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 15 മിനിറ്റ്. ഒരു ഫൈനൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ സംസാരിച്ചൊരു വിധത്തിലാണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാനാച്ചി ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സഫാരി എടുക്കുന്നത്. 2:30 ഇവിടെ സഫാരി ടൈം തുടങ്ങുന്നത്. മൊത്തം 3 സഫാരി പോയിന്റുകളാണ് നാഗർഹോള ടൈഗർ റിസർവിലുള്ളത്. ഒന്ന് കബനി, ഒന്ന് വീരന ഹൊസഹള്ളി, ഒന്ന് നാനാച്ചി. ഇതിൽ വീരന ഹൊസഹള്ളി സീസൺ ടൈമിൽ മാത്രമേ അവിടെ നിന്ന് സഫാരി ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സഫാരി പോയിന്റിൻ്റെ പേരാണ് നാനാച്ചി. ഈ നാനാച്ചി സഫാരി പോയിന്റ് നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. പിന്നെ ഇവിടെ ബസ് സഫാരി കൂടാതെ ജീപ്പ് സഫാരിയും അവൈലബിൾ ആണ്. രാവിലെ 6:30 മുതൽ 9:30 വരെയുള്ള 2 സഫാരികളും,
ഉച്ചൻ്റെ ശേഷം 2:30 മുതൽ 5:30 വരെയുള്ള 2 വീതം സഫാരികളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ബസ് സഫാരിക്ക് വരുന്നത് 460 രൂപയും ജീപ്പ് സഫാരിക്ക് ഒരാൾക്ക് വരുന്നത് 1300. അത് ഷെയറിംഗ് ബേസിലാണ് പോവുക. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു സഫാരി ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു ബസ്സിനുള്ള സഫാരിക്കുള്ള ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ ജീപ്പ് സഫാരി എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ടൂറിസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്ന് ഷെയർ ചെയ്തിട്ട് ഒരു ജീപ്പ് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ JLRൻ്റെ ജീപ്പ് സഫാരിയും അവൈലബിൾ ആണ്. അതിന് JLRൻ്റെ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് 2300 രൂപ കൊടുത്താൽ നമുക്ക് JLR ഓൺലൈൻ വഴി ഇവിടുത്തെ 3 മണിക്കൂർ സഫാരിയാണ് കേട്ടോ. അവരുടെ സഫാരി ആകുമ്പോൾ കുറച്ചുകൂടെ കാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്കൊക്കെ പോകാനും പറ്റും. അങ്ങനെ ഒരു സർപ്പൻറ്റികൾ മരത്തിലിരിക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തി തന്നിട്ടുണ്ട്. ഇതാണ് ഈ ജീപ്പ് സഫാരി കൊണ്ടുള്ള ഒരു ഗുണം. എന്താണെന്ന് വെച്ചാൽ ഇവർ പോകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാവും പോകുന്നത്. ബസ്സിലാവുമ്പോൾ അത്രത്തോളം നമുക്ക് ഈ ചെറിയ തരത്തിലുള്ള ജീവികളും നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ അതേ അടുത്ത സൈറ്റിങ് ഒരു ഉടുമ്പ് മരത്തിലേക്ക് കയറി പോകുന്ന ഇത് അത്യാവശ്യം ഏകദേശം ഞങ്ങളൊരു 150 മീറ്ററോളം ഡിസ്റ്റൻസിൽ നിന്ന് ആണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ അത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ അത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കൊന്നും ഇത്ര പെട്ടെന്ന് ലോങ് ഡിസ്റ്റൻസിൽ കിടക്കുന്ന സാധനത്തിനൊന്നും നമുക്ക് ഈ കാടിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ രാവിലെ കബനി സഫാരി എടുത്ത ആ ഒരു കാടിനേക്കാളും കുറച്ചുകൂടെ കാടിനൊരു ഭംഗി തോന്നുന്നുണ്ട് എനിക്ക് ഈ ഭാഗത്ത്. കുറച്ചുകൂടെ ഒരു പച്ചപ്പുണ്ട്. കബനി സൈഡിൽ ഇത്രത്തോളം ഒരു പച്ചപ്പ് കാണുന്നില്ല, പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഒരു പച്ചപ്പും. പിന്നെ കബനിയിൽ നമ്മൾ സഫാരി എടുത്തത് ഏർലി മോർണിംഗ് ആണ്. ഇവിടെ എന്തോ കാടിന് എനിക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഭംഗി തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ റോട്ടിൽ ഇതേ പഗ് മാർക്ക്, ടൈഗറിൻ്റെ പഗ് മാർക്കാണ്. പക്ഷേ ആശാന് ഈ ഭാഗത്തൊന്നും നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തൊന്നും നമുക്ക് കാണുന്ന രീതിയിലില്ല. ആശാന് നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കുളം പോലെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ഭാഗമൊക്കെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ അല്ല കേട്ടോ. ആ കാടിൻ്റെ ഒരു ഭംഗി അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ. പിന്നെ ഈ കുളം പോലെ കിടക്കുന്ന ഇതിൽ ഒരുപാട് മരങ്ങൾ ഇതിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആ വീണ് കിടക്കുന്ന മരത്തിലൊക്കെ നിറയെ ആമകൾ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളുമായിട്ടുള്ള സഫാരികൾ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ സഫാരീസൊക്കെ അത്യാവശ്യം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന സഫാരികളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്യാഷ് ചിലവാക്കി വരുന്ന ആളുകളും നമ്മുടെ കൂടെ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ നമ്മൾ ഈ കാട്ടിനകത്തേക്ക് പോകുന്നതന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ കരച്ചിലും ഇതൊക്കെ ആകുമ്പോൾ മൃഗങ്ങളൊക്കെ ഓടി വിളിക്കാനും ഇതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ വണ്ടിയിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പിലെത്തിയപ്പോൾ ഇതാ ഒരു സാമ്പാർ ഡിയറിൻ്റെ അലാം കോൾ കേട്ടിട്ട് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി വണ്ടിയെല്ലാം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സാമ്പാർ ഡിയർ ഇങ്ങനെ അലാം കോൾ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ പറയുന്നത് ഈ പ്രദേശത്ത് കാര്യമായിട്ട് ഒന്നുകെ ലെപ്പേഡ് അല്ല എന്നുണ്ടെങ്കിൽ ടൈഗർ കമ്പൽസറി ആയിട്ടുണ്ടാവും എന്നാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങളിവിടെ ചെയ്ത് നോക്കി. മറ്റ് 2-3 വണ്ടികളൊക്കെ വന്ന് എല്ലാവരും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോകണം. മുമ്പിലേക്ക് പോയപ്പോൾ ഇവിടെ രസകരമായ ഒരു കാഴ്ച, ചെറിയ പച്ച നിറത്തിലുള്ള കുറേ പക്ഷികൾ ഇവിടെ ഈ റോട്ടിൽ വന്നിരുന്നിട്ട് മഡ് ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി വരുന്നതൊന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല. അവർ ആ മണ്ണിൻ്റെ പൊടിയിൽ കിടന്നിട്ട് ആസ്വദിച്ച് മഡ് ബാത്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കിളികളുടെ മഡ് ബാത്ത് കഴിഞ്ഞിട്ട് പോക്ക് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ വണ്ടിയെടുത്തു. കുറച്ച് മുമ്പിലേക്ക് എത്തിയപ്പോൾ ഇതേ ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ്. ഈ വൈൽഡ് ഡോഗ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് നാഗർഹോള ടൈഗർ റിസർവ്. ഈ വൈൽഡ് ഡോഗ്സിൻ്റെ ഇരപിടുത്തം വളരെ ഡേഞ്ചറാണ്. 10-12 വൈൽഡ് ഡോഗ്സ് ഒരുമിച്ച് ഇരയെ ആക്രമിച്ച് വീഴ്ത്തിയിട്ട് ആ ഇര ചാവുന്നതിന് മുമ്പ് തന്നെ അതിനെ തിന്നു തുടങ്ങും.
ആ പെടച്ചിൽ തന്നെ ഇതിനെ തിന്നു തുടങ്ങും. ഈ ഡോഗ്സ് തൊട്ടപ്പുറത്തൊരു മാൻകൂട്ടം പുല്ല് മേയുന്നുണ്ട്. അതിൽ ആരെയോ എയിം ചെയ്തിട്ടുള്ള നൃത്തമാണ്. ഇവറ്റകൾ ഇതിനെ എയിം ചെയ്തിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടിട്ട് ഇരിക്കുകയാണ് തോന്നുന്നുണ്ട്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ മാൻകൂട്ടത്തിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ ഈ മാൻകൂട്ടെല്ലാം കാട്ടിലേക്ക് കയറിപ്പോയി. ഇനി അതിൽ മാനിനെ പിടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാട്ടിലേക്ക് പോയ ഡോഗ്സും മാനിനെയും കുറിച്ചൊന്നും പിന്നെ ഒരു വിവരമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് സഫാരി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം നമ്മുടെ സഫാരിയുടെ സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സൈറ്റിങ്സ് നമുക്ക് ഈവനിങ്ങിലും കിട്ടിയിട്ടില്ല. പിന്നെ കാടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വെറും മൃഗങ്ങളെ കാണുക മാത്രമല്ല, കാടിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുക കൂടെ ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു സമാധാനത്തിൽ നമ്മളുടെ ഈ യാത്ര നാനാച്ചി ഗേറ്റിലുള്ള ജംഗിൾ സഫാരി ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.